കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പുതിയ വിവാദങ്ങളാണ്. അവൾക്കൊപ്പം സ്ത്രീപക്ഷ സർക്കാർ തുടങ്ങിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു പ്രതിസന്ധിയാണ് ഈ സംഭവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണകാലങ്ങളിലും വകുപ്പുതല ഏകോപനത്തിലുമൊക്കെ ഗണേഷ് കുമാർ എന്ന മന്ത്രി വളരെ വലിയ മികവ് പുലർത്തുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാതെ യാഥാർത്ഥ്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ സർക്കാരിനും മുന്നണിക്കും വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നുമുണ്ട്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തും സമാനമായൊരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോയിട്ടുമുണ്ട്. അന്ന് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ധാർമ്മികത പ്രസംഗിക്കുകയും ഗണേഷ് കുമാറിന് രാജി ആവശ്യപ്പെട്ട് തെളിവിറങ്ങുകയും ചെയ്തത് ഇന്നത്തെ ഭരണകക്ഷിയായ CPM-ഉം ഇടതുപക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് അതേ ഇടതുപക്ഷ സർക്കാരിന്റെ ക്യാബിനറ്റിലിരിക്കെ സമാനമായൊരു ആരോപണം വീണ്ടും ഉയരുമ്പോൾ അത് മുന്നണിയുടെ രാഷ്ട്രീയ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയും കൂടിയാണ്. 3.5 കോടി ജനങ്ങളെ പ്രതികരിക്കുന്ന ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ചൊരു മന്ത്രി, തൻ്റെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പുലർത്തേണ്ട സാമാന്യ മര്യാദകളും അതുപോലെ തന്നെ ജാഗ്രതയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ തന്നെയാണ് എന്നതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്ന കാര്യം. ഇതൊരു വ്യക്തിപരമായ പ്രശ്നം മാത്രമാണെന്നും കേവലം ഒരു പ്രണയം മാത്രമാണെന്നും പറഞ്ഞ് ഈ വിഷയത്തെ വളരെ നിസ്സാരവൽക്കരിക്കാൻ മന്ത്രി ശ്രമിച്ചെങ്കിലും പൊതുസമൂഹം അതത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ബിന്ദു മേനോൻ തന്നെ മാധ്യമങ്ങളോട് അക്കമിട്ട് വിശദീകരിച്ചു കൂടിയാണ്. വളരെ അപ്രതീക്ഷിതവും ഒട്ടും പാടില്ലാത്തതുമായ ഒരു സാഹചര്യത്തിലാണ് സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീയോടൊപ്പം അവർ വീട്ടിൽ വെച്ച് കാണുകയും ചെയ്തത്. സ്വാഭാവികമായും പകച്ചുപോയ ഒരു ഭാര്യ എന്ന നിലയിൽ അവർ അതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ ശാന്തൻ അതുപോലെ തന്നെ പ്രദീപ് എന്നിവർ ചേർന്ന് അവരെ തടയുകയും ചെയ്തു. ഒരു മന്ത്രിയുടെ ഭാര്യയാണെന്ന പരിഗണന പോലും ഇല്ലാതെയാണ് സ്റ്റാഫ് അംഗങ്ങൾ അവരോട് പെരുമാറുകയും ചെയ്തത്. ബിന്ദു മേനോനെ മുറുക്കി പുറത്തേക്ക് വിടാതെ വാതിലടച്ച് പൂട്ടുകയും അവരുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ആ വ്യക്തിയെ സ്റ്റാഫുകൾ തന്നെ വളരെ സുരക്ഷിതമായി കാറിൽ കയറ്റി പുറത്തേക്ക് വിടുകയും ചെയ്തു. ഈ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും തൻ്റെ പക്കൽ ഭദ്രമായിട്ടുണ്ടെന്നാണ് ബിന്ദു മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തൻ്റെ ബന്ധുവും മുൻ DGP-യുമായ R. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് താൻ 112 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് പോലീസിൻ്റെ അടിയന്തര സഹായം തേടിയതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സിസ്റ്റം എത്രത്തോളം പരാജയമാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത്. ഒരു സ്ത്രീ തനിക്ക് നേരെ അതിക്രമം നടക്കുന്നു എന്ന് കാണിച്ച് 112 വിളിച്ച് പരാതിപ്പെട്ടാൽ പോലീസ് സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഇത് സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ബിന്ദു മേനോന്റെ വിളി വന്ന ഉടൻ തന്നെ വാളകം 8 പോസ്റ്റിലെ പോലീസും പിങ്ക് പോലീസും മന്ത്രിയുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ അവിടെ ഏകദേശം 20 മിനിറ്റോളം വെറുതെ നോക്കി നിന്ന ശേഷം അവർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഒരു മന്ത്രിയുടെ വീടായതുകൊണ്ട് മാത്രമാണ് പോലീസ് ഇത്രയും നിസ്സംഗത പാലിച്ചെന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമായി ഉയർന്നിട്ടുമുണ്ട്. അത് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു വെറും കുടുംബ പ്രശ്നമാണെന്നും ആരും രേഖാമൂലം പരാതി നൽകാത്തത് കൊണ്ടാണ് കേസെടുക്കാൻ വകുപ്പില്ല എന്നുമാണ് കൊല്ലം റൂറൽ SP പിന്നീട് DGP-ക്ക് നൽകിയ റിപ്പോർട്ടിൽ ഈ വീഴ്ചയെ ന്യായീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ പോലീസിന്റെ പെരുമാറ്റം എങ്ങനെയാകുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. ഇതിനെല്ലാം പുറമെയാണ് മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വിവാദപരമായ പരാമർശങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. യാതൊരു കൂസലുമില്ലാതെ അദ്ദേഹം പറഞ്ഞത് തനിക്ക് 5000 പ്രണയങ്ങളുണ്ടെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല എന്നുമാണ്. കൂടാതെ 112 വിളിച്ച് പരാതിപ്പെടുന്നവർക്ക് മാനസിക പ്രശ്നങ്ങളാണെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സ്വന്തം ഭർത്താവിൽ നിന്നും പരസ്യമായി ഇത്തരമൊരു അധിക്ഷേപം നേരിട്ടതോടെ ബിന്ദു മേനോൻ കൂടുതൽ പ്രകോപിതയാകുകയും നടന്ന കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്തു. മറ്റൊരു കാര്യം, ഇവിടെ അവരവിടെ മാധ്യമങ്ങളോട് പറഞ്ഞതിന് ശേഷം വിവാദം വലിയ തരത്തിൽ മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ DCCയുടെ ഭാഗത്തുനിന്നോ അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകുകയും അതുപോലെ BJP-യുടെ ഭാഗത്തുനിന്നൊക്കെ കോലം കത്തിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തതാണ്. എന്നാൽ ഇന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളാണ് വളച്ചൊടിച്ചത്, ഞാൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു, ഇനി എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പരിപാടിയില്ല, ഇനി ഞാൻ മാധ്യമങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല, ഇത്രയും കാലം ഞാൻ മര്യാദയ്ക്ക് പോവുകയായിരുന്നു, ഇപ്പോഴത്തെ മാധ്യമങ്ങളാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് എന്ന തരത്തിലാണ് ഗണേഷ് കുമാർ സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഈ വിഷയം സർക്കാരിനെ വലിയ പ്രതിരോധത്തിലേക്ക് ആക്കിയിരിക്കുക കൂടിയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ അമിതാവേശം കാണിച്ച പോലീസ് സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഉയർന്ന ഈ ഗുരുതര ആരോപണത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം ഇതിനോടൊപ്പം തന്നെ അതിശക്തമായ പ്രക്ഷോഭമായി തെരുവിലിറങ്ങി കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്.
അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അതായത് DCC നേതൃത്വത്തിലും ഗണേഷ് കുമാറിനെതിരെ അതിശക്തമായ സമരം നടക്കുകയുണ്ടായി. മന്ത്രിക്ക് കുടപിടിക്കുന്ന പോലീസിന്റെ നിലപാടിനെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനത്തെയും DCC സമരത്തിൽ നേതാക്കൾ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുമ്പോൾ ഒരു മന്ത്രിയുടെ ഇത്തരം നടപടികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ഉടനടി ഗണേഷ് കുമാർ രാജിവെച്ചില്ല എങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനുമാണ് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തിന് തീരുമാനം. അതുപോലെ തന്നെയാണ് BJPയും പറയുന്നത്. BJP വലിയ തരത്തിലൂടെ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. ജനപ്രതി കാണിക്കേണ്ട യാതൊരു മര്യാദയും ഗണേഷ് കുമാർ കാണിച്ചില്ല എന്നും അദ്ദേഹം മന്ത്രിസഭയിലെ വലിയൊരു പുഴുക്കുത്താണെന്നും വെള്ളാപ്പള്ളി തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായി. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഇദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് സർക്കാരിന് വലിയ അവമതിപ്പാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഇത്തരം നടപടികൾ അത് സർക്കാരിനെയാണ് ബാധിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തു. വിവാദം കൂടുതൽ സങ്കീർണമാകുമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്നും കണ്ടതോടെയാണ് തിരക്കിട്ട ഒത്തുതീർപ്പ് ചർച്ചകളെല്ലാം ആരംഭിച്ചതും. ഇതിൽ ഏറ്റവും നിർണായകമായത് കേരള കോൺഗ്രസ് ബി ട്രഷററും ഗണേഷ് കുമാറിന്റെ ഉറ്റ സുഹൃത്തുമായ ബാലഗോപാലിന്റെ ഇടപെടലായിരുന്നു. ഗുരുവായൂരിലെ ആറാട്ട് കഴിഞ്ഞ ഉടൻ പാലക്കാടുള്ള ബിന്ദു മേനന്റെ വീട്ടിലെത്തിയ ബാലഗോപാൽ അവരുമായി വിശദമായ ചർച്ചകൾ നടത്തി. തുടർന്ന് അദ്ദേഹത്തിന്റെ ഫോണിലൂടെ ഗണേഷ് കുമാർ ഭാര്യയുമായി സംസാരിക്കുകയും ചെയ്തു. തനിക്ക് പറ്റിയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് വൈകാരികമായി ക്ഷമാപണം നടത്തുകയും ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മന്ത്രി ഇനി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. തന്നെ പരസ്യമായി അപമാനിച്ചതിനുള്ള വിഷമം കൊണ്ടാണ് താൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെന്നും ഗണേഷ് കുമാറിനെ തനിക്ക് ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണെന്നും ബിന്ദു മേനോൻ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചതിനാൽ ഇനി പോലീസിനോ കോടതിക്കോ യാതൊരുവിധ പരാതി നൽകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ഒത്തുതീർപ്പോടെ യഥാർത്ഥത്തിൽ വലിയൊരു ആശ്വാസം ലഭിച്ചിരിക്കുന്നത് പിണറായി വിജയനും LDF സർക്കാരിനുമാണ്. യൂത്ത് കോൺഗ്രസും DCCയും അതുപോലെ BJPയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കടുത്ത സമരമുഖങ്ങളായി രംഗത്തിറങ്ങുമ്പോൾ ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന അന്തിമ തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിക്കഴിഞ്ഞു. രേഖാമൂലം പോലീസിൽ പരാതി നിലവിലില്ലാത്ത സാഹചര്യത്തിലും ഭാര്യ പരസ്യമായി തന്നെ പരാതിയില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലും ഇതിനെ വെറുമൊരു കുടുംബ വഴക്കായി കണ്ട് തള്ളിക്കളയാനാണ് CPMന്റെയും മുഖ്യമന്ത്രിയുടെയും തീരുമാനം. ഒരു പരാതിയുമില്ലാത്ത വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഒരു മന്ത്രി രാജിവെപ്പിക്കുന്നത് ഗുണത്തെക്കാളേറെ രാഷ്ട്രീയപരമായി ദോഷം ചെയ്യുമെന്നാണ് നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ. AK ശശീന്ദ്രൻ, PK ശശി തുടങ്ങിയവരുടെ കാര്യത്തിലും പാർട്ടി സ്വീകരിച്ച മുൻകാല നിലപാടുകളും ഈ തീരുമാനത്തിൽ കരുത്തേക്കിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ നിർണായക തീരുമാനത്തോടെ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തിന് മേലുണ്ടാകുന്ന എല്ലാ ഭീഷണികളും ഇതോടെ വഴിമാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഒരു വർഷത്തിൽ തുടരുമ്പോഴും അദ്ദേഹം പതിവ് പോലെ ക്യാബിനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഗതാഗത വകുപ്പിന്റെ ചുമതലകളിൽ തുടരുകയും ചെയ്യും. ചുരുക്കത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കാമായിരുന്ന വിവാദമാണ് പെട്ടെന്നുള്ളൊരു ഒത്തുതീർപ്പിലൂടെയും മുഖ്യമന്ത്രിയുടെ പ്രായോഗികമായ രാഷ്ട്രീയ തീരുമാനത്തിലൂടെയും തൽക്കാലത്തേക്ക് കെട്ടടങ്ങിയിരിക്കുന്നത്. ഇതൊരു ഭരണപരമായ വിജയമാണോ അതോ രാഷ്ട്രീയ ധാർമ്മികതയുടെ പരാജയമാണോ എന്നുള്ളത് കാലം തെളിയിക്കുകയും ചെയ്യട്ടെ.